Recording in progress. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. ഇനിയും കുറച്ചു പേരും കൂടി ജോയിൻ ചെയ്യാനുണ്ട്. നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് പെട്ടെന്ന് തന്നെ വിളിച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടി പറയുക. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് വിനോദ് കുമാർ, കണ്ണൂരാണ് സ്വദേശം. ഒരു പ്രവാസിയായിരുന്നു. ഇന്ന് വളരെ പാഷനേറ്റ് ആയിട്ട് ഈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ച് വന്നിട്ടുള്ളവരായിരിക്കാം. ഇവിടെ ഇരിക്കുന്നവർ ഒരു സ്റ്റുഡന്റ് ആയിക്കോട്ടെ, വീട്ടമ്മ ആയിക്കോട്ടെ, ഏതെങ്കിലും പ്രൊഫഷനുള്ള ആളായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏതൊരു വ്യക്തിക്കും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ്. അതിനെപ്പറ്റി ഇന്ന് ഷെയർ ചെയ്യുന്നത് ഞാനല്ല, അദ്ദേഹം ഒരു തൃശ്ശൂർ സ്വദേശിയാണ്. ബേസിക്കലി അദ്ദേഹം ഒരു പ്രൊഫഷണൽ ടീച്ചറാണ്. എല്ലാവരുടെയും അനുവാദത്തോടെ, കാരണം ഇന്ന് അത്രയും പാഷനേറ്റ് ആയിട്ട് നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും, മിറാക്കിൾ മോർണിംഗിലായാലും എല്ലാ പ്രോഗ്രാമിലും നിറസാന്നിധ്യമായിട്ടുള്ള ആൻഡോ മാഷാണ്. അദ്ദേഹം ടീച്ചറാണ്. അദ്ദേഹത്തെ ഇന്നത്തെ പ്ലാൻ പ്രസന്റേഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. പ്ലീസ് വെൽക്കം ആൻഡോ മാഷ് ഫ്രം തൃശ്ശൂർ. സർ. ഓക്കെ, താങ്ക് യു. എന്തായാലും വിനോദ് സാർ എന്നെ വളരെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തി. എൻ്റെ പേര് ആൻഡു, സ്ഥലം തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ബേസിക്കലി ഞാനൊരു അധ്യാപകനാണ്. അതിനോടൊപ്പം തന്നെയാണ് ഇന്ന് ഈ ഒരു പ്രൊജക്റ്റായിട്ട് വളരെ സീരിയസ് ആയിട്ട് ഇന്ന് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഇപ്പൊ വിനോദ് സാർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. ഈ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ ഇപ്പൊ ഒരു വീട്ടമ്മയായാലും ഒരു സ്റ്റുഡന്റ് ആയാലും ഏതൊരു ജോലിക്കാരനായാലും ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആർക്കും നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഈ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഞാൻ എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യാണ്. ഞാൻ സ്ക്രീനൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമുക്കറിയാം, നമ്മുടെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് അതിനെ കുറിച്ചുള്ള ഒരു അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അതിനുള്ള കൃത്യമായൊരു ഗൈഡൻസും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു മേഖലയിലും വിജയിക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ ഈ ഒരു പ്രൊജക്റ്റിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട എല്ലാ ഗൈഡൻസും സപ്പോർട്ടും ട്രെയിനിങ്ങും മെന്റർഷിപ്പും ഒക്കെ തരുന്ന ഒരു ഓർഗനൈസേഷനാണ് വിന്നിംഗ് ടീം. വിന്നിംഗ് ടീമിന്റെ സപ്പോർട്ടോടുകൂടിയാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് നമുക്ക് കണക്ട് ചെയ്യുന്നത്. നമുക്കറിയാം, സക്സസ് ഏതൊരു വ്യക്തിയും ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു വാല്യൂ ചെയ്യാനുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ടാവും. അതിൽ ഒന്നാമത്തെ പോയിന്റ്സ് ആണ് നമുക്ക് ടൈം, അതുപോലെ തന്നെ മണി, ഹെൽത്ത്. ഈ ഒരു 3 കാര്യങ്ങളും നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടത്തിന് പോകാനും വരാനുമുള്ള ഒരു ഫ്രീഡം ഉണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ സക്സസ് ആണെന്ന് പറയാം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മണി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ന് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഏതൊരു പ്രശ്നം തുടക്കം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലായാലും നമ്മുടെ സമൂഹത്തിലായാലും തുടക്കം ഒരു അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ തന്നെയാണ്. പൈസയുടെ അഭാവമാണ് നമ്മുടെ എല്ലാ പ്രധാന പ്രശ്നങ്ങൾക്കും കാരണം. അപ്പൊ പൈസ ഒരു അടിസ്ഥാന ഘടകമാണ്. അതോടൊപ്പം തന്നെയാണ് ഹെൽത്ത്, ആരോഗ്യം. നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ സമയം, പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ സക്സസ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ആരോഗ്യമുണ്ട്, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ സക്സസ് അല്ല. അതോടൊപ്പം തന്നെ പൈസയും ആരോഗ്യവും ഉണ്ട്, പക്ഷെ ഈ പൈസയും ആരോഗ്യവും ഉപയോഗിച്ച് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാനുള്ള സമയം നമുക്കില്ലെങ്കിൽ ലൈഫിൽ ഒരിക്കലും ആ ഒരു വ്യക്തി സക്സസ് അല്ല. അപ്പൊ വിജയിക്കുന്ന ഒരു വ്യക്തിയെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അതിലെടുക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് സമയം, അതുപോലെ പൈസ, ആരോഗ്യം. ഈ ഒരു 3 ഘടകങ്ങളും നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെയ്യുന്ന മേഖലയിൽ നമ്മൾ സക്സസ് ആണ്, നമ്മളൊരു വിജയിച്ച ഒരു വ്യക്തിയാണ്.
പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് പൈസയുണ്ട്, പക്ഷെ ആരോഗ്യത്തിനെ കുറിച്ച് ചിന്തിക്കാനോ എന്റെ ഇഷ്ടത്തിന് അവിടെ പോകാനോ സാധിക്കില്ല. അപ്പൊ നമ്മൾ ലൈഫിൽ ഒരു സക്സസ് എന്ന് പറഞ്ഞ പറ്റില്ല. അപ്പൊ ലൈഫിൽ സക്സസ് ആയി ഒരു വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിൽ ഈ ഒരു 3 കാര്യങ്ങൾ, സമയം, പൈസ, ഹെൽത്ത്, ഈ 3 കാര്യങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ്. അത് ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് കിട്ടുമ്പോഴാണ് അയാൾ വ്യക്തി ലൈഫിൽ സക്സസ് എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്കൊന്ന് നോക്കാം. ഒരു 20 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ ചിന്തിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ കയ്യില് പൈസ ഉണ്ടാവില്ല, കാരണം പഠിക്കുന്ന കാലഘട്ടമായിരിക്കാം. പക്ഷെ സമയം ഇഷ്ടം പോലെ ഉണ്ടായിരിക്കാം, ആരോഗ്യം, നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും. പക്ഷെ ഒരു 20നും 60നും വയസ്സ് കാലഘട്ടത്തിനുള്ളിൽ നോക്കുകയാണെങ്കിൽ പൈസ ഉണ്ട്, പക്ഷെ സമയം ഉണ്ടായിരിക്കില്ല. കാരണം ഉള്ള സമയം മെയിനായിട്ട് ചെലവ് ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കുള്ള തിരക്കിലായിരിക്കും. അപ്പൊ അവിടെ സമയത്തിന്റെ അഭാവം വളരെ കൂടുതലായിരിക്കും. പക്ഷെ ഹെൽത്ത്, നല്ല ആരോഗ്യം ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു 60 വയസ്സിന് ശേഷം നോക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ കയ്യിൽ പൈസയുണ്ട്, സമയമുണ്ട്, പക്ഷെ ആരോഗ്യം നമുക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. നമുക്കിന്ന് ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞ് ഒരു റിട്ടയർമെന്റ് ലൈഫിൽ നോക്കുകയാണെങ്കിൽ അതുവരെ ഉണ്ടാക്കിയ പൈസ അല്ലെങ്കിൽ നമ്മൾ സ്വരൂപിച്ചു വെച്ച പൈസ 60 വയസ്സിന് ശേഷം ബഹുഭൂരിപക്ഷം ആളുകളും സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയായിരിക്കും. അപ്പോ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ 3 കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടാണ്. പൈസ വേണം, സമയം വേണം, ഹെൽത്ത് വേണം. ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുന്നത് CEO, കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. എന്താണ് CEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സ് ആണ്. ഒരു കൺസ്യൂമറിനെ എംപവർ ചെയ്ത് അദ്ദേഹത്തിന്റെ ചെലവിനെ ഒരു വരവാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു അവസരമാണ് CEO. ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സ്വപ്നങ്ങൾ നമുക്കുണ്ട്. നല്ല ഫിനാൻഷ്യൽ ഫ്രീഡം, സാമ്പത്തിക സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ നമ്മുടെ സ്വപ്ന. അതുപോലെ നല്ല വീട്, ചിലപ്പോൾ നമുക്ക് ഇപ്പൊ ഒരു വീടുണ്ടായിരിക്കാം, പക്ഷെ ഒരു വീടും കൂടി നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നമായിരിക്കും. അതുപോലെ നല്ല കാറ്, വേൾഡ് ടൂറ്, നമുക്ക് യാത്രകൾ പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ തന്നെ EMI ഇല്ലാതെ ജീവിക്കുക എന്നുള്ളത്. പിന്നെ റെക്കഗ്നേഷൻ, അംഗീകാരം. ഇന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് റെക്കഗ്നേഷൻ. നമ്മൾ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു മേഖലയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു ജോലിയുടെ ഇതനുസരിച്ച് നമ്മൾ റെക്കഗ്നേഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ ബെറ്റർ എഡ്യൂക്കേഷൻ, പിന്നെ ക്വാളിറ്റി ടൈം, നമ്മൾ നല്ല സമയം നമുക്ക് ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാനുള്ള സമയം. അതുപോലെ തന്നെ ചാരിറ്റി, നമുക്ക് എന്തെങ്കിലും സഹായിക്കാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ. ലീവ് എ ലെഗസി, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നമ്മളെ ഓർക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ച് പോകുമ്പോൾ അടുത്തൊരു തലമുറ നമ്മളെ കുറിച്ച് ഓർക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ലീവ് എ ലെഗസി. അപ്പൊ ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ ഈ ഒരു CEO ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം, ഒരു റോബർട്ട് കിയോസാക്കി എന്ന് പറഞ്ഞ എക്കണോമിസ്റ്റ്, ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം 2 അമേരിക്കൻ പ്രസിഡന്റുമാരുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു. അദ്ദേഹം ഒരുപാട് സാമ്പത്തികപരമായിട്ടുള്ള ബുക്കുകൾ രചിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബുക്കില് ഇന്ന് മാന്യമായിട്ട് അല്ലെങ്കിൽ ലീഗലായിട്ട് നിയമപരമായിട്ട് പൈസ ഏൺ ചെയ്യുന്ന, സമ്പാദിക്കുന്ന 4 കാറ്റഗറി ആളുകളാണുള്ളത് സമൂഹത്തിൽ. ഒന്നാമത്തെ കാറ്റഗറിയാണ് എംപ്ലോയീസ്. എംപ്ലോയീസ് സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലോ ഒരു പ്രൈവറ്റ് ഫേമിലോ വർക്ക് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ കഴിവോടെ വർക്ക് ചെയ്യുന്നു, അതിന് അദ്ദേഹത്തിന് സാലറി കിട്ടുന്നു. ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എംപ്ലോയി ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വരുമാനമുണ്ട്. കാരണം എപ്പോഴും ഒരു എംപ്ലോയിയുടെ ഇൻകം എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഗ്രോത്തും ലിമിറ്റഡ് ആയിരിക്കാം. ഏതൊരു സർക്കാർ ജീവനക്കാരനായാലും അല്ലെങ്കിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിന് ഒരു സാലറി ഫിക്സഡ് ആയിരിക്കും. അതുകൊണ്ട് കൂടുതൽ ചിന്തിക്കാനോ കൂടുതൽ മേഖല അദ്ദേഹത്തിന് കൂടുതൽ പൈസ ചെലവ് ചെയ്യാനോ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ ആ ലിമിറ്റിൽ നിന്നുകൊണ്ട് മാത്രമേ ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എപ്പോഴും ലിമിറ്റ് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ കാറ്റഗറിയാണ് സെൽഫ് എംപ്ലോയീസ്, സ്വയം തൊഴിൽ ചെയ്ത് നമ്മൾ ജീവിക്കുന്ന അല്ലെങ്കിൽ പൈസ സമ്പാദിക്കുന്ന വ്യക്തികൾ. ഇപ്പൊ നമുക്കറിയാം, ഡോക്ടേഴ്സ്, വക്കീല്, അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ, പ്ലംബർ, ഇവരെല്ലാം അവരുടെ സ്കില്ല് വെച്ച് വർക്ക് ചെയ്യുന്നു. ഈ സ്കില്ല് വെച്ച് അവർക്ക് എത്ര വേണമെങ്കിലും വരുമാനം ഉണ്ടാക്കാം. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സ്കില്ല് വെച്ച് വർക്ക് ചെയ്യുന്ന വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അദ്ദേഹത്തിന്റെ വരുമാനം സ്റ്റോപ്പ് ആവാണ്. അപ്പൊ ഈ എംപ്ലോയി, സെൽഫ് എംപ്ലോയി കാറ്റഗറിയിലുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ
അവർക്ക് വർക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് വരുമാനമുണ്ട്, വർക്കില്ലെങ്കിൽ വരുമാനമില്ല. മൂന്നാമത്തെ കാറ്റഗറിയാണ് ബിസിനസ്. അപ്പൊ നമുക്കറിയാം ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 200, 300, 400 ഒക്കെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, അവര് സിസ്റ്റമാറ്റിക് ആയിട്ട് അവിടെ ആ സ്ഥാപനം, ബിസിനസ് സ്ഥാപനം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അവിടെ ഓണറുടെ ആബ്സെൻസിലും ആ സ്ഥാപനം ശരിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതാണ് ശരിയായൊരു ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഓണർ അദ്ദേഹത്തിന്റെ ആബ്സെൻസിലും അവിടെ ബിസിനസ് റൺ ചെയ്യുന്നുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന്റെ അടുത്ത തലമുറയിലേക്ക്, അദ്ദേഹത്തിന്റെ ആബ്സെൻസിലും അടുത്ത തലമുറയിലേക്ക് ഈ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ വരുമാനം ആ അടുത്ത തലമുറയിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഒരിക്കൽ ചെയ്തതിന് ജീവിതകാലം മുഴുവനും അടുത്ത തലമുറയിലേക്കും വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് പാസീവ് ഇൻകം. അപ്പോ ഇന്ന് അതുപോലെ നാലാമത്തെ കാറ്റഗറിയാണ് ഇൻവെസ്റ്റേഴ്സ്. ബിസിനസ് ചെയ്തു നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ നമ്മുടെ കയ്യിലുണ്ട്, നമുക്കത് പല മേഖലകളിൽ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഗോൾഡിലോ ലാൻഡ് മേടിച്ചത് ഷോപ്പിംഗ് മാൾ പണിത് ഇങ്ങനെ പല രീതിയിലും നമുക്കത് ഇൻവെസ്റ്റ് ചെയ്ത് പൈസ മേക്ക് മണി, പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു മേഖല. അപ്പോ ഈ 4 കാറ്റഗറിയിലും നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 ക്വാഡ്രന്റിൽ വരുന്ന എംപ്ലോയി, സെൽഫ് എംപ്ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് ഇൻകം ആണ്. ബിസിനസ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പാസീവ് ഇൻകം ആണ്. ഇവിടെ എന്താ വെച്ചാൽ ലോകത്തിലെ 95% ജനങ്ങളും ഈ ആക്റ്റീവ് ഇൻകം ഗ്രൂപ്പിലാണ് എന്നുള്ളത്. ആകെ 5% ഈ പാസീവ് ഇൻകം ഗ്രൂപ്പിൽ വരുന്നുള്ളൂ. പക്ഷെ ലോക സമ്പത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ 95% കയ്യിലും ആകെ 10%. പക്ഷെ ഈ ഒരു 5% കയ്യിലാണ് ലോക സമ്പത്തിന്റെ 95% ഈ പാസീവ് ഇൻകം ഗ്രൂപ്പിലാണ്. ഇതുകൊണ്ടാണ് ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ഇൻകത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നും ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ലൈഫായിരിക്കും. കാരണം ഇവിടെ നമുക്ക് 95% ആളുകളുടെ കയ്യിൽ ആകെ 10% ഇൻകം മാത്രമേ ഉള്ളൂ. ലോക സമ്പത്തിന്റെ 10% മാത്രമേ ഇവിടെ ഉള്ളൂ. പക്ഷെ ഇപ്പുറത്തെ പാസീവ് ഇൻകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 10%ന്റെ കയ്യിൽ 95% പൈസയും ഇവിടെയാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു എംപ്ലോയി, സെൽഫ് എംപ്ലോയി കാറ്റഗറിയിൽ നിന്ന് നമുക്കൊരു ബിസിനസ് ഒരു എന്റർപ്രണർ ആയിട്ട് മാറാനും അവിടുന്ന് ഒരു ഇൻവെസ്റ്റർ ആയിട്ട് മാറാൻ സാധിക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാം ഇന്ന് ലോകത്തിൽ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം വരുന്നത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, അതോടൊപ്പം തന്നെ റിസ്ക്, ടെൻഷൻ. അതുകൊണ്ട് തന്നെ ഇന്ന് പല ബിസിനസ്സുകളും തുടങ്ങിയവരെല്ലാം പരാജയപ്പെടുകയാണ്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കാലഘട്ടത്തിനനുസരിച്ച് പല ബിസിനസ് മേഖലകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലത്തിനനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ, ബിസിനസ് മേഖലയും മാറിയില്ലെങ്കിൽ, നമ്മൾ അപ്ഡേറ്റ് ആയില്ലെങ്കിൽ നമ്മൾ പുറന്തള്ളപ്പെട്ടു പോകും. അപ്പൊ ഇന്ന് പല ബിസിനസ്സും തകർന്നു പോകാൻ അല്ലെങ്കിൽ പരാജയപ്പെടാനുള്ള കാരണം കാലഘട്ടത്തിനനുസരിച്ച് മാറുന്ന ബിസിനസ് അല്ല അവർ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം, ഇനി കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് മാറുന്ന 3 ബിസിനസ് മേഖലകളെ ഒന്ന് പഠിക്കാം, ഒന്ന് ചിന്തിക്കാം. ഒന്നാമത്തെ മേഖലയാണ് വെൽനസ്. വെൽനസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇന്ന് ജീവിക്കുന്നത് ഇൽനെസ്സിലാണ്. അസുഖം വന്നിട്ടാണ് നമ്മൾ ഡോക്ടറെ കാണാൻ പോകുക. വെൽനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തോടുകൂടി ഇരിക്കുമ്പോൾ, നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ അല്ല ആരോഗ്യത്തോട് ജീവിക്കാൻ വേണ്ട പ്രൊഡക്റ്റും സർവീസും നമുക്ക് തരുന്ന ഒരു മേഖലയാണ് വെൽനസ്. നമുക്കറിയുന്ന ഡോക്ടർമാരുടെ എണ്ണം കൂടാണ്, ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടാണ്, അസുഖങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ നമുക്കിന്ന് ഒരുപാട് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ വൈറ്റമിൻസും മിനറൽസും ഒന്നും ശരിയായ രീതിയിൽ നിന്ന് നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടുന്നില്ല. ഇതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് വെസ്റ്റേജ് കമ്പനി അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഈ പ്രൊജക്റ്റായിട്ട് കണക്ട് ചെയ്യുന്ന കമ്പനി നമുക്ക് ഒരുപാട് സപ്ലിമെന്റ്സ് മേഖലയിൽ, വെൽനസ് മേഖലയിൽ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇന്ന് നമുക്കിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ വെൽനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $1 ട്രില്യൺ ഇൻഡസ്ട്രിയാണ്. ഇവിടെ ഒരുപാട് $1 ട്രില്യൺ ബിസിനസ് ബിൽഡ് ചെയ്യാൻ പോകുന്ന ഒരു മേഖലയാണ് വെൽനസ്. രണ്ടാമത്തെ കാറ്റഗറിയാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ബിസിനസ് മേഖലയാണ് ഇ കോമേഴ്സ്. നമുക്കറിയാം ഇന്ന് നമ്മളെല്ലാവരും വീട്ടിലിരുന്നുകൊണ്ട് നമ്മളെല്ലാവരും ഈ കോമേഴ്സ് മേഖലയിൽ നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ മിനിമം നമ്മുടെ വീടുകളിലേക്ക് ഇന്ന് ഇ കോമേഴ്സ് വഴിയാണ് പ്രൊഡക്റ്റുകളെല്ലാം നമ്മൾ ഓർഡർ ചെയ്യുന്നത്. ഇന്ന് ഇന്ത്യയിൽ 51% ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് മേഖലയാണ് ഇ കോമേഴ്സ്. മൂന്നാമത്തെ അടുത്തൊരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ്. ഏകദേശം 100 വർഷങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു വിപണന രീതിയാണ് ഡയറക്ട് സെല്ലിംഗ്. ഏകദേശം നമുക്കറിയാം നമ്മുടെ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഇന്ന് ആകെ 13,000 കോടി രൂപയുടെ ബിസിനസ് മാത്രമേ നടക്കുന്നുള്ളൂ.
നമുക്കറിയാം ഏകദേശം 3000 കോടി ജനസംഖ്യയുള്ള മലേഷ്യയിൽ ഇന്ന് 30,000 കോടിയുടെ ബിസിനസ്സാണ് വിറ്റുവരവാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യയില് ഡയറക്ട് സെല്ലിംഗ് മേഖലയുടെ സാധ്യത നമ്മൾ എന്താണെന്നുള്ളതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നമുക്കറിയാം ഗവൺമെന്റ് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖലയെ അംഗീകരിച്ചു കഴിഞ്ഞു. അതിന്റെ വെബ്സൈറ്റ് ഒക്കെ പോർട്ടൽ നമുക്ക് വെബ്സൈറ്റ് ഒക്കെ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇനി ഗവൺമെന്റ് പോലും ഈ ഒരു മേഖലയെ അത്രയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ്. അപ്പോൾ ഈ സിഒ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് വെൽനസ് മേഖലയായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് അവസരമുണ്ട്. ഇ കോമേഴ്സ് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് വീട്ടിലേക്ക് സാധനങ്ങൾ എത്തും. അതുപോലെ തന്നെ ഇതൊരു ഡയറക്ട് സെല്ലിംഗ് ആണ്. എന്താണ് ഡയറക്ട് സെല്ലിംഗ്? നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ ഒരു കൺസ്യൂമർ ആണ് നമ്മൾ എല്ലാവരും. ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ ആ പ്രൊഡക്റ്റ് എവിടെയോ ഏതോ ഒരു സ്ഥലത്ത് ഉൽപ്പാദിപ്പിച്ച് അവിടുന്ന് നാഷണൽ CNF ഏജന്റ്, അതുപോലെ തന്നെ നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ, റീജിയണൽ ഡിസ്ട്രിബ്യൂട്ടർ, ലോക്കൽ ഡിസ്ട്രിബ്യൂട്ടർ, ഹോൾസെയിലർ, റീറ്റെയിലർ, ഇങ്ങനെ ഒരുപാട് ഇടനിലക്കാരിലൂടെ കടന്ന് അല്ലെങ്കിൽ അവരിലൂടെയാണ് നമ്മുടെ തൊട്ടടുത്ത റീറ്റെയിൽ ഷോപ്പിലേക്ക് ഒരു പ്രൊഡക്റ്റ് എത്തുന്നത്. ഇവിടെ നമുക്കറിയാം ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലെത്തുമ്പോൾ 100 രൂപ വിലയുള്ള ഒരു പ്രൊഡക്റ്റിന് കമ്പനിക്ക് ആ പ്രൊഡക്ഷൻ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് അടക്കം 40% പൈസയാണ് ആ പ്രൊഡക്റ്റിന് വരുന്നുള്ളൂ, അവരുടെ പ്രോഫിറ്റ് അടക്കം. അപ്പൊ നമുക്കൊന്ന് ചിന്തിക്കേണ്ടത് ഇവിടെ 60% പൈസ നമുക്കറിയാം ഈ ഇടനിലക്കാർക്കും അതോടൊപ്പം തന്നെ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് അറിവ് തരുന്നത് അഡ്വർടൈസ്മെന്റ് പരസ്യത്തിലൂടെയാണ്. അപ്പൊ ഈ രണ്ട് മേഖലയിൽ ഇടനിലക്കാർക്കും പരസ്യത്തിനും കൂടി 60% പൈസയാണ് ഇവിടെ പോകുന്നത്. ഇവിടെ നമുക്ക് കമ്പനിയിൽ നിന്ന് നമുക്ക് നേരിട്ട് പ്രൊഡക്റ്റ് കിട്ടുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ്. അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഇടനിലക്കാരില്ലാതെ തന്നെ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമർക്ക് പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ നമുക്ക് എന്താണ് ബെനിഫിറ്റ്? ഇവിടെ ഈ 60% പൈസ ആരാണോ കൺസ്യൂമറായിട്ട് ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ആരാണോ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് ആ കൺസ്യൂമർക്ക് തന്നെ ഈ 60% പൈസയും തിരിച്ചു കിട്ടുന്നു. ഇവിടെ ഈ ഒരു അവസരം തരുന്ന കമ്പനിയുടെ പേരാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഈ കമ്പനി. കമ്പനിയുടെ വിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങളെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ എല്ലാവരെയും പ്രാപ്തരാക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ടോപ്പ് 100 കമ്പനികൾ എടുക്കുകയാണെങ്കിൽ അതിലൊരു 50 കമ്പനികളുടെ ഉള്ളിൽ ഈ കമ്പനി സ്ഥാനത്ത് എത്തുക, 50ാമത്തെ ഒരു 10 കമ്പനികളുടെ സ്ഥാനത്ത് ഒരു ഗ്ലോബൽ ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ കമ്പനിയുടെ വിഷൻ. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടേഴ്സിനെ നോക്കുകയാണെങ്കിൽ ഗൗതം ബാലി സാർ, അതുപോലെ ദീപക് സൂദ്, കൺവർ ബീർ സിംഗ്, ഇവർ 3 പേരാണ് ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടേഴ്സ്. ഇവർക്ക് ഏകദേശം ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ 35 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളാണ് ഈ 3 പേര്. നമുക്ക് വെസ്റ്റീജിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 2004 സ്റ്റാർട്ട് ചെയ്ത ഇന്ത്യൻ കമ്പനിയാണ്. ഇപ്പൊ നമുക്ക് ഏകദേശം 21 വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതോടൊപ്പം തന്നെ 350ഓളം സ്വന്തമായിട്ട് പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. 5000-ലധികം ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സ് ഉണ്ട്. അതുപോലെ 2.5 കോടി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. 5000-ലധികം കാർ അച്ചീവേഴ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് 3000 കോടി ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയാണ്. ആനുവൽ ഗ്രോത്ത് റേറ്റ് 79%. ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. വേൾഡിലെ ടോപ്പ് 100 കമ്പനികൾ എടുക്കുകയാണെങ്കിൽ അതിലെ 30ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് വെസ്റ്റീജ്. ഇവിടെ ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഈ കമ്പനി ഇന്ന് ദുബായ്, നേപ്പാൾ, ബഹ്റിൻ, ബംഗ്ലാദേശ്, സൗദി, ഒമാൻ, തായ്ലൻഡ്, ഗാന ഇങ്ങനെ 9 രാജ്യങ്ങളിൽ കൂടി ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രയും ഒരു ഇന്റർനാഷണൽ ബിസിനസ് ആണ് നമ്മൾ ഈ വെസ്റ്റീജായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. കമ്പനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യസ് ബെസ്റ്റ് കമ്പനി ഓഫ് ദ ഇയർ 2017, അതുപോലെ ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി ഓഫ് ദ ഇയർ അവാർഡ് ഇൻ 2017 and 2018, അതുപോലെ തന്നെ ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് അങ്ങനെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റഡ് ഡയറക്ട് സെല്ലിംഗ് ബ്രാൻഡ് ഫോർ ദ ഇയർ 2023, ടോപ്പ് ഓഫ് ദ ഗ്ലോബൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനീസ് ഫോർ 6 years കണ്ടിന്യൂസ് ആയിട്ട് 6 വർഷം ലോകത്തിലെ ടോപ്പ് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ ലിസ്റ്റിൽ വന്നിട്ടുള്ള ഒരു അവാർഡ് കിട്ടിയുള്ളതാണ്. അതുപോലെ തന്നെ നാഷണൽ ബെസ്റ്റ് എംപ്ലോയർ ബ്രാൻഡ്
21 ഇങ്ങനെ ഒരുപാട് അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു കമ്പനിയാണ് വെസ്റ്റീജ്. നമുക്ക് ഇതിന്റെ പ്രൊഡക്റ്റുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഈ ഏകദേശം 21ഓളം വ്യത്യസ്ത കാറ്റഗറിയിലായിട്ട് 400ഓളം പ്രൊഡക്റ്റുകളുള്ള ഒരു കമ്പനിയാണ് വെസ്റ്റീജ്. ഇവിടെ 400 പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഞാൻ ജസ്റ്റ് ഇതിന്റെ ഓരോ ഹെഡിങ് നമുക്ക് നോക്കാം. ജസ്റ്റ് പ്രൊഡക്റ്റുകളിലൂടെ ഒന്ന് കടന്നു പോവാം. വെസ്റ്റീജ് പ്രൈം എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റ് നമുക്കറിയാം. CMD, കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്പ്. നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ മിനറൽസ് നമ്മൾ ലിക്വിഡ് രൂപത്തിൽ നമുക്ക് കുടിക്കുന്ന വെള്ളത്തിൽ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ 86ഓളം മിനറൽസ് ആണ് ഈ CMDയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ മൾട്ടി വൈറ്റമിൻസ്, ഗമ്മീസ്, പ്രോബയോട്ടിക്സ്, പിന്നെ നമുക്ക് സബ്ലിംഗൽ സ്പ്രേ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, ഇങ്ങനെ ഒരുപാട് സബ്ലിംഗൽ സ്പ്രേ ഈ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ആദ്യമായിട്ട് ഇന്ന് മാർക്കറ്റിൽ എത്തിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഈ കമ്പനി. നമുക്കറിയാം സബ്ലിംഗൽ സ്പ്രേ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപ്സ്യൂൾ രൂപത്തിൽ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അമാശയത്തിൽ ചെന്ന് ദഹിച്ച് അതിനുശേഷമാണ് നമ്മുടെ ബ്ലഡിലേക്ക് ഇത് ആഗിരണം ചെയ്യും. ഇവിടെ നമുക്ക് സബ്ലിംഗൽ സ്പ്രേ നാവിന്റെ അടിയിൽ നമുക്ക് സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബ്ലഡിലേക്ക് വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി ഒക്കെ പെട്ടെന്ന് നമുക്ക് അബ്സോർവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റിസൾട്ട് എടുക്കാനായിട്ട് ഈ സബ്ലിംഗൽ സ്പ്രേ കൊണ്ട് നമുക്ക് സാധിക്കുന്നു. അടുത്തൊരു കാറ്റഗറിയാണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള പ്രൊഡക്റ്റുകളാണ്. അതിൽ നമുക്ക് സ്പൈറുലിന, ആംല, അങ്ങനെ ഒരുപാട് കാറ്റഗറി പ്രൊഡക്റ്റുകൾ നമുക്ക് വരുന്നുണ്ട്. പിന്നെ അടുത്തൊരു കാറ്റഗറിയാണ് പ്രോഹാർട്ട്. നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കോയിൻസ് ആൻഡ് ക്യൂട്ടൻ, ഫ്ലാക്സ് ഓയിൽ, എൻലാർജിന് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളുണ്ട്. ജോയിന്റ്സ് ആൻഡ് ബോൺ ഹെൽത്തിന് നമുക്ക് ഗ്ലൂക്കോസമിൻ, കാൽസ്യം, കൊളാജിൻ. ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ്, നമ്മുടെ ശരീരത്തിന്റെ ഫിറ്റ്നസ് കീപ്പ് ചെയ്യാനും അതുപോലെ ഡയറ്റ് നമ്മൾ അധികം വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് മാനേജ്മെന്റിന് പ്രോട്ടീൻ പൗഡർ, അതുപോലെ തന്നെ ഷെയ്ക്ക്, വെസ്ലിൻ ക്യാപ്സ്യൂൾ, വെസ്ലിൻ ടീ, ഇങ്ങനെ കാറ്റഗറി പ്രൊഡക്റ്റുകളുണ്ട്. ഗ്ലൈസമിക് ഹെൽത്തിന് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഗ്ലൂക്കോ ഹെൽത്ത്, നീം, സ്റ്റീവിയ, ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഡീടോക്സ് ആൻഡ് റിജുവിനേഷൻ, നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിനെ റിമൂവ് ചെയ്യാനായിട്ട് ഫൈബർ, അതുപോലെ ഫുഡ് പാച്ച്, ടോക്സ് ക്ലീൻ, ഇങ്ങനെയുള്ള കാറ്റഗറി പ്രൊഡക്റ്റുകൾ നമുക്ക് വരുന്നുണ്ട്. വുമൺ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ചതാവാരി, ഫോളിക് ആൻഡ് അയൺ പ്ലസ്, ക്രാൻബറി, ഇങ്ങനെ യൂറിനൽ ഇൻഫെക്ഷന് വേണ്ടിയുള്ള യു കൺട്രോള്, ഇങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് ഇന്ന് കമ്പനി നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഹെൽത്ത് ഫുഡ്. നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന നമുക്ക് ഫ്രഷ് അപ്പ് ഡ്രിങ്ക് ആയിട്ട് കുടിക്കാനുള്ളതുണ്ട്. പിന്നെ എനർവ ബ്രേക്ക്ഫാസ്റ്റ്, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയില്, ടീ, അങ്ങനെ ഒരുപാട് കാറ്റഗറി, പ്രോട്ടീൻ പൗഡർ, കുട്ടികൾക്ക് വേണ്ടിയുള്ളത്, അങ്ങനെ ഒരുപാട് കാറ്റഗറി പ്രൊഡക്റ്റുകളുണ്ട്. പിന്നെ പഞ്ച് തുളസി, അതെല്ലാം അതിൽ വരുന്ന ഹെൽത്ത് ഫുഡ് കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ ആയുർവേദയിൽ നമ്മുടെ ഓരോ ഓർഗൻസിനും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കിഡ്നി ഹെൽത്ത്, ലിവർ ഹെൽത്ത്, റെസ്പോ കെയർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ കാറ്റഗറി വൈസ് ആയിട്ട് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഇതെല്ലാം ആയുർവേദ പ്രൊഡക്റ്റുകളാണ്. അതുപോലെ തന്നെ സ്കിൻ കെയർ, ഒരു പ്രീമിയം ലെവലിലുള്ള പ്രൊഡക്റ്റുകളാണ് വരുന്നത് സ്കിൻ കെയർ കാറ്റഗറിയിൽ. പിന്നെ പേഴ്സണൽ കെയർ, നമുക്ക് നമ്മുടെ ഉപയോഗിക്കാൻ ഡെയിലി ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ, ഡെയിലി കെയർ ഷാമ്പു, അങ്ങനെയുള്ള കാറ്റഗറി പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. പിന്നെ ഓറൽ കെയർ, നമുക്ക് പല്ല് തേക്കാനായിട്ട് നമ്മുടെ പല്ലിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പേസ്റ്റ്, മൗത്ത് വാഷ്, ബ്രഷ്. അടുത്ത് വരുന്ന അഷ്യൂർ നാച്ചുറിന്റെ സ്കിൻ, നമുക്ക് ക്രീം, ബ്യൂട്ടി കോസ്മെറ്റിക്സ് ഐറ്റംസിൽ വരുന്നുണ്ട്. പിന്നെ കൃഷി, അഗ്രി പ്രൊഡക്ട്സുകൾ വരുന്നുണ്ട്. അഗ്രി ഹ്യൂമിക് ഗ്രാനുൾസ്, അഗ്രി ഹ്യൂമിക് ലിക്വിഡ്, അഗ്രി 82, അക്വ ജെല്ല്, ഇങ്ങനെ നമ്മുടെ മണ്ണിനെ ജൈവ സമ്പുഷ്ടമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കീടനാശിനികളുടെയൊക്കെ രാസവളങ്ങളൊക്കെ ഉപയോഗം കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല വിഷാംശമില്ലാത്ത നല്ല പ്രൊഡക്റ്റുകൾ, നമ്മളെ പഴങ്ങളും പച്ചക്കറികളൊക്കെ ഉപയോഗിക്കാൻ നമ്മളെ സഹായിക്കുന്ന അഗ്രി കാറ്റഗറി പ്രൊഡക്റ്റുകളുണ്ട്. വുമൺ ഹൈജീന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട്. മെൻസ് ഗ്രൂമിങ്ങിന് വേണ്ടിയുള്ള ട്രൂമാൻ കാറ്റഗറി പ്രൊഡക്ട്സുകളുണ്ട്. സ്കിൻ കെയർ ആൻഡ് കോസ്മെറ്റിക്സ്, സ്കിൻ ഫോർമുല 9 കാറ്റഗറിയുള്ള നെയിൽ പോളിഷ്, ലിപ്സ്റ്റിക്, അങ്ങനെ സ്കിൻ ഫോർമുല 9 കാറ്റഗറി പ്രൊഡക്റ്റുകളുണ്ട്. പിന്നെ ഹോം കെയർ പ്രൊഡക്റ്റുകളായിട്ട് നമ്മുടെ വീട്ടിലേക്ക് നിത്യം ഉപയോഗിക്കുന്ന സോപ്പ് പൊടി, അതുപോലെ ടോയ്ലറ്റ് ക്ലീനർ, നമുക്ക് ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ള അൾട്രാ വാഷ്, അൾട്രാ സേവ്, ഫ്ലോർ ക്ലീനർ, ഡിഷ് വാഷ്, പാത്രങ്ങൾ നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള ഹോം കെയർ പ്രൊഡക്റ്റുകളുണ്ട്.
അടുത്ത് വരുന്നത് മാക്ഡ്രൈവ് നാനോ എനർജൈസർ. നമ്മുടെ വാഹനങ്ങളുടെ പൊല്യൂഷൻ കുറയ്ക്കുന്നതിനും വാഹനങ്ങളുടെ എഞ്ചിന്റെ എഫിഷ്യൻസി കൂട്ടുന്നതിനും മൈലേജ് കൂട്ടുന്നതിനൊക്കെ സഹായിക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് മാക്ഡ്രൈവ് നാനോ എനർജൈസർ. അതോടൊപ്പം തന്നെ അവസാനമായിട്ടുള്ള കാറ്റഗറിയാണ് എയർ പ്യൂരിഫയർ ആൻഡ് വാട്ടർ പ്യൂരിഫയർ. നമുക്കറിയുന്നത് നമ്മുടെ റൂമിലൊക്കെ എയർ വളരെയധികം പൊല്യൂട്ടഡ് ആണ്. ഈ പൊല്യൂട്ടഡ് ആയ എയറിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ഒരുപാട് ടോക്സിൻസും അതുപോലെ നമ്മുടെ ബോഡി മെയിൻ്റനൻസ് ഒന്നും ശരിയായ രീതിയിൽ നടക്കാതെ വരുമ്പോൾ നമുക്ക് പല അസുഖങ്ങളിലേക്ക് കാരണം. ഇവിടെ നമുക്ക് ഷാർപ്പിന്റെ എയർ പ്യൂരിഫയർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ റൂമിലെ ഒരു ഫോറസ്റ്റ് എയർ നമുക്ക് ശ്വസിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് വെള്ളം വളരെ മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഘടകമാണ് വെള്ളം. ഇതിനെ നമുക്ക് വളരെ പ്യൂരിഫൈ ചെയ്ത് നമുക്ക് നല്ല ശുദ്ധമായ വെള്ളം നമുക്ക് കിട്ടാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഷാർപ്പിന്റെ എയർ പ്യൂരിഫയർ. ഇവിടെ നമ്മൾ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളൊരു കസ്റ്റമറായിട്ട് നിന്നുകൊണ്ട് നമ്മളൊരു ഷോപ്പ് ഒന്നും മാറുകയാണെങ്കിൽ ഇത്രയും നാൾ നമ്മളൊരു ട്രഡീഷണൽ ബിസിനസ്സിൽ നിന്നാണ് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്നും മാറി നമ്മൾ ഡയറക്ട് സെല്ലിംഗ് ആയിട്ട് കണക്ട് ചെയ്യുന്ന വെസ്റ്റീജ് കമ്പനിയിലേക്ക് നമ്മളൊന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 9 തരത്തിലുള്ള ഇൻകം ആണ് നമുക്ക് കിട്ടുന്നത്. സാധാരണ നമ്മൾ ഒരു ജോലി ചെയ്താൽ ഒരു വരുമാനമേ ഉള്ളൂ. പക്ഷെ ഇവിടെ നമ്മുടെ ഷോപ്പ് ഒന്ന് മാറുകയാണെങ്കിൽ നമുക്ക് 9 വരുമാനം കിട്ടാനുള്ള ഒരു അവസരമാണ്. അതിൽ ആദ്യത്തെ ഒരു ഇൻകം ആണ് സേവിങ്സ് ഓൺ കൺസപ്ഷൻ. നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 10 മുതൽ 20% ഡിസ്കൗണ്ടിനാണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്. രണ്ടാമത്തെ ഒരു ഇൻകം ആണ് അക്യുമുലേറ്റീവ് പെർഫോമൻസ് ബോണസ്. നമ്മൾ ഓരോ മാസം നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റിന്റെ എമൗണ്ടിന്റെ 5% മുതൽ 16% വരെ നമുക്ക് തന്നെ ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. മൂന്നാമത്തെ ഒരു ഇൻകം ആണ് ഡയറക്ടർ ബോണസ് 15%. അടുത്ത ടീം ബിൽഡിംഗ് ബോണസ് 3%, ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ് 18%, ട്രാവൽ ഫണ്ട് നമുക്ക് യാത്ര പോകാനായിട്ട് നമുക്ക് ട്രാവൽ ഫണ്ട് 3%, കാർ ഫണ്ട് 5%, ഹൗസ് ഫണ്ട് ഒരു 3%, എലൈറ്റ് ക്ലബ് ബോണസ് 2%. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു 60% പൈസ കമ്പനി, അതായത് ഇടനിലക്കാർക്കും പരസ്യത്തിനും കൊടുത്തിരുന്ന പൈസ കസ്റ്റമർക്ക് തന്നെ ഒരു 9 ഇൻകങ്ങളായിട്ടാണ് ഇവിടെ കമ്പനി ഡിവൈഡ് ചെയ്യുന്നത്. എങ്ങനെ ഈ വെസ്റ്റീജുമായിട്ട് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? നമ്മുടെ ഏതെങ്കിലും ഒരു ID പ്രൂഫ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കമ്പനിയിലെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് നമുക്കൊരു രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഒരു ID പ്രൂഫും നമ്മുടെ നോമിനിയുടെ പേര്, ഒരു വാട്സപ്പ് നമ്പർ, മെയിൽ ID കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊരു 8 അക്ക ID നമ്പർ നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് 3 തരത്തിൽ ഇവിടെ കണക്ട് ചെയ്യാം. ഒരു കൺസ്യൂമർ ആവാം. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് നല്ല പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നു. ഒരു പ്രൊസ്യൂമർ ആവാം. നമുക്ക് പ്രൊഡക്റ്റ് എടുത്ത് നമുക്ക് MRP വേണമെങ്കിൽ ഡിസ്കൗണ്ട് പ്രൈസിനാണ് നമുക്ക് കിട്ടുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് MRP കൊടുത്ത് നമുക്കൊരു ചെറിയൊരു എക്സ്ട്രാ ഇൻകം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെയാണ് ഒരു എന്റർപ്രണർ, ഒരു സംരംഭകനായിട്ട് മാറാനായിട്ട് നമുക്ക് ഇവിടെ സാധിക്കും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ ഇത്രയും നാൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു പ്രൊസ്യൂമറായിട്ട് വാങ്ങുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് എന്ന് നോക്കാം. ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കാരണം ഞാൻ ഇവിടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച ഈ പ്രൊഡക്റ്റുകൾ 9 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും ഒരേ ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ്, ഒരേ സെയിം പ്രൊഡക്റ്റുകളാണ്. അപ്പൊ ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ, എല്ലാ പ്രൊഡക്റ്റുകളും ISO സർട്ടിഫൈഡ് ആണ്. 100% മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ട് നമുക്ക്. അതായത് ഈ പ്രൊഡക്റ്റ് നമുക്ക് നമ്മുടെ വെസ്റ്റീജ് കമ്പനിയുടെ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് പൊട്ടിച്ച് ഉപയോഗിച്ച് 30% ഉപയോഗിച്ചിട്ട് നമുക്ക് 30 ദിവസത്തിനുള്ളിൽ ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് കമ്പനിയിലേക്ക് തിരിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റിന്റെ 100% നമുക്ക് മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ട്. പൈസ നമുക്ക് കമ്പനി തിരിച്ചു തരും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, GST കഴിച്ചിട്ടുള്ള പൈസയാണ് നമുക്ക് തിരിച്ചു കിട്ടുക. കാരണം ഈ പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് GST ഓൾറെഡി ഗവൺമെന്റിലേക്ക് അടച്ചു പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി 100% പൈസ കമ്പനി നമുക്ക് തിരിച്ചു തരും. ഞാൻ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് കേട്ടപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം ഇതാണ്. കാരണം ഇത്രയും നാളും നമുക്ക് ഒരു കടയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൊട്ടിച്ച് ഉപയോഗിച്ച് 30% ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാമെന്ന് ഞാൻ ഇതുവരെ കേട്ടില്ല. അങ്ങനെയാണ് ഇത് കേട്ടപ്പോഴാണ് എനിക്ക് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഇത്രയധികം എന്നെ ആകർഷിച്ച ഒരു കാര്യം. അതോടൊപ്പം തന്നെ നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് 10 മുതൽ 20% ഡിസ്കൗണ്ടിനാണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഇന്ന് വരെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ മേടിച്ചിട്ട് ഇങ്ങനെ ഒരു ബെനിഫിറ്റും നമുക്ക് കിട്ടിയിട്ടില്ല. അതോടൊപ്പം തന്നെ 10% ഫ്രീ പ്രോഡക്റ്റ് നമ്മൾ എല്ലാ മാസം 2-ാം തീയതിക്കും 14-ാം തീയതിക്കുള്ളിൽ 18-ാം തീയതിക്കുള്ളിൽ നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ വാങ്ങുന്ന എമൗണ്ടിന്റെ 10% നമുക്ക് ഫ്രീ ആയിട്ട് പ്രൊഡക്റ്റ് കിട്ടുന്നു. അടുത്തൊരു ക്യാഷ് ബാക്ക് നമുക്ക് പെർഫോമൻസ് ബോണസ് 5 മുതൽ 16% വരെ
നമ്മൾ കൊടുക്കുന്ന പൈസയിൽ നിന്ന് നമുക്ക് പിന്നത്തെ മാസം 10-ാം തീയതി നമുക്കൊരു ക്യാഷ് ബാക്ക് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്കൊരു പൈസയായിട്ട് തിരിച്ചു വരുന്നു. അടുത്തൊരു ബെനിഫിറ്റ് ആണ് കൺസിസ്റ്റൻസി ഓഫർ. നമ്മൾ 4 മാസം ഏകദേശം ഒരു 100 PV എന്ന് പറയും പോയിന്റ് എമൗണ്ട് നോക്കുകയാണെങ്കിൽ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3500 രൂപ MRP വരെയുള്ള പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ 4 മാസം നമ്മൾ 2-ാം തീയതിക്കും 14-ാം തീയതിക്കുള്ളിൽ വാങ്ങുകയാണെങ്കിൽ 5-ാമത്തെ മാസം നമുക്ക് 3000 രൂപ MRP വരെയുള്ള പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് റെഡീം ചെയ്യാൻ സാധിക്കും. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും, നമ്മൾ ഇത്രയും നാൾ നമ്മുടെ വീട്ടിലേക്ക് ഇത്രയും നാൾ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചിട്ട് ഇത്രയും ബെനിഫിറ്റിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഒരു ഷോപ്പിൽ നിന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മളൊന്ന് ഇവിടെ നിന്ന് മാറി നമ്മുടെ ഷോപ്പ് ഒന്ന് മാറിയപ്പോൾ നമുക്ക് ഇത്രയും അധികം ബെനിഫിറ്റ്. ഒരു ചെറിയ എക്സാമ്പിൾ ഇവിടെ സ്ക്രീനിൽ കാണിക്കാം. നമ്മളൊരു 3500 രൂപ വിലയുള്ള MRP വിലയുള്ള പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് 3000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസ് 3000 രൂപയാണ് വരുന്നത്. അവിടെ തന്നെ നമുക്കൊരു സേവിങ്സ് ആയിട്ട് ഒരു 500 രൂപ നമുക്ക് സേവിങ്സ് ആയിട്ട് കിട്ടും. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു 10%, നമ്മൾ 3000 രൂപയുടെ 10%, 300 രൂപ നമുക്കൊരു ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. അതിന്റെ ഒരു ക്യാഷ് ബാക്ക് നമുക്കൊരു 144 രൂപ നമുക്കൊരു ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് കിട്ടും. കൺസിസ്റ്റൻസി ഓഫർ 4 മാസം നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് 3000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4 ആയി ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു മാസം 750 രൂപ വരെ പ്രൊഡക്റ്റ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഒരു മാസം നമുക്ക് ഏകദേശം 1694 രൂപ നമ്മൾ 3000 വരെ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് 1694 രൂപ നമുക്ക് തന്നെ തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 56% ഡിസ്കൗണ്ടിന് പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ, അത് ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ്, മണി ബാക്ക് ഗ്യാരണ്ടി ഉള്ള പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നമുക്ക് കിട്ടാത്ത ഒരു അവസരമാണ്. ഇതാണ് നമുക്ക് ഈ ഒരു പ്രോജക്റ്റിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് 56% വില കുറവിൽ നമുക്ക് പ്രൊഡക്റ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്കൊരു ബിസിനസ് സാധ്യതയും കൂടി ഉണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, നമുക്ക് ഇഷ്ടപ്പെട്ടാൽ വേണമെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരിലേക്ക് റെക്കമെൻഡ് ചെയ്യാം. ഇവിടെ റെക്കമെൻഡിങ് ബിസിനസ്സാണ്. നമ്മളിത് ആളെ ചേർക്കലോ കൊണ്ടു നടന്ന് വിൽക്കുന്ന ബിസിനസ് അല്ല. എങ്ങനെയാണ് നമുക്ക് പെർഫോമൻസ് ബോണസ്? ഞാൻ നേരത്തെ പറഞ്ഞു 5 മുതൽ 16% വരെ നമുക്ക് പെർഫോമൻസ് ബോണസ് ആയിട്ട് കിട്ടുന്നു. ഇവിടെ നമുക്ക് ഇന്ത്യയില് നമ്മളൊരു 30 രൂപയ്ക്ക് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു PV പോയിന്റ് വാല്യൂ എന്ന് പറയും. ബിസിനസ് വോളിയം 18 നമുക്ക് അതിന് കിട്ടുന്നത്. ഇവിടെ നമ്മൾ ഒരു PV ചെയ്യുമ്പോൾ ഒരു PV എന്ന് പറഞ്ഞാൽ 30 രൂപ ഒരു PV മുതൽ 599 PV വരെ നമുക്ക് നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ വോളിയത്തിന്റെ 5% നമുക്ക് തന്നെ തിരിച്ചു കിട്ടുന്നു. അതൊരു 600 മുതൽ 2399 PV വരെ നമുക്ക് 8%, 2400 മുതൽ 5499 വരെ നമുക്ക് 12%, 5500 മുകളിൽ ചെയ്താൽ നമുക്ക് 16% ക്യാഷ് ബാക്ക് കിട്ടും. നമ്മളൊന്ന് ചിന്തിക്കുക, ഒരു വീട്ടിലേക്ക് നമ്മൾ ഓരോ മാസം വാങ്ങുന്നത് കൂട്ടി ഇവിടെ 5500 PV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1,65,000 ഒരു ബിസിനസ്സാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ വീട്ടിലേക്ക് ഒരു വർഷങ്ങളായിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം ടോട്ടൽ ചെയ്യുകയാണെങ്കിൽ ഈ 5500 PV അല്ലെങ്കിൽ 1,65,000 രൂപ നമ്മൾ എന്നേ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഇവിടെ നമുക്ക് 16% പെർഫോമൻസ് ബോണസിന് അർഹതയുണ്ട്. പക്ഷെ നമുക്ക് ഇന്ന് എവിടെ നിന്നെങ്കിലും കിട്ടുന്നുണ്ട്. നമ്മൾ ഈ വെസ്റ്റേജ് ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം 5500 PV ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നമ്മൾ എപ്പോൾ വാങ്ങിയാലും നമുക്ക് വാങ്ങുന്ന എമൗണ്ടിന്റെ 16% ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടുന്നതാണ്. ഇവിടെ നമുക്ക് കമ്പനി 2 ബെനിഫിറ്റുകൾ തരുന്നുണ്ട്. ഫാസ്റ്റ് സ്റ്റാർട്ട് 8%. നമ്മൾ സാധാരണ 600 PV എത്തുമ്പോഴാണ്, 600 PV എന്ന് പറഞ്ഞാൽ 600 × 30 18,000 രൂപയുടെ ബിസിനസ് ചെയ്യുമ്പോഴാണ് നമ്മൾ 8% എത്തുക. കമ്പനി പറയുന്നത് ഒറ്റ മാസം കൊണ്ട് ജോയിൻ ചെയ്ത ആ മാസം നിങ്ങളും ഒറ്റയ്ക്കോ നിങ്ങളുടെ ടീമായിട്ടോ ഒരു 300 PV 9,000 രൂപ വരെ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ കമ്പനി നേരിട്ട് നമുക്ക് 8% ക്യാഷ് ബാക്ക് തരും. അതായത് 18,000ന്റെ പകുതി ചെയ്താൽ മതി. 9,000 രൂപ വരെ ബിസിനസ് ചെയ്താൽ നമുക്ക് 8% ക്യാഷ് ബാക്കിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 5,500 PV എത്തുന്ന സമയത്താണ് 16% എത്തുക. അവിടെ ബ്രോൺസ് ഡയറക്ടർ എന്ന് പറഞ്ഞ റെക്കഗ്നേഷൻ നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് ഒറ്റ മാസം കൊണ്ട് 4,500 PV ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റ് സ്റ്റാർട്ട് ബ്രോൺസ് ഡയറക്ടർ എന്ന് പറയും. നമുക്ക് ഇവിടെ ഒരു ക്യുമുലേറ്റീവ് പ്ലാൻ ആണ് ഇത്. നമ്മൾ ഓരോ മാസം ചെയ്യുന്നത് കൂട്ടിയാണ്. അപ്പോൾ ആദ്യത്തെ മാസം നമ്മളൊരു 3,000 രൂപ സാധനം മേടിച്ചു, നമ്മുടെ അക്കൗണ്ടിലേക്ക് 100 PV വന്നു. നമ്മുടെ PV 100 നമുക്ക് 5% ക്യാഷ് ബാക്ക് കിട്ടി. അടുത്ത മാസം നമ്മളൊരു 15,000 രൂപ വരെ ബിസിനസ് ചെയ്തു. അപ്പൊ അവിടെ 500 PV ആണ് വരുന്നത്. ആ 500 PV കഴിഞ്ഞ മാസം 100 PV കൂടി കൂട്ടുമ്പോൾ 600 PV ആയി. നമ്മൾ 8% ക്യാഷ് ബാക്കിന് നമുക്ക് പെർഫോമൻസ് ബോണസിന് അർഹതയായി. അടുത്ത മാസം നമ്മളൊരു 54,000 വരെ ബിസിനസ് ചെയ്യുന്നു. അങ്ങനെ അവിടെ ആ മാസം 1,800 PV ആകുമ്പോൾ നമ്മുടെ കഴിഞ്ഞ മാസം 600 കൂടി കൂട്ടുമ്പോൾ 2,400 PV ആയി. നമുക്ക് 12% ക്യാഷ് ബാക്കിന് അർഹതയായി. അടുത്ത മാസം നമ്മൾ 4-ാമത്തെ മാസം ഒരു 93,000 വരെ ബിസിനസ് ചെയ്യുന്ന സമയത്ത്
നമ്മൾ ഓൾറെഡി 3100 PV എത്തുന്നു. അപ്പോൾ കഴിഞ്ഞ മാസത്തെ ടോട്ടൽ ക്യുമുലേറ്റീവ് PV 2400 ഈ മാസത്തെ PV കൂടി കൂട്ടും 3100 കൂടി കൂട്ടുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ 5500 PV നമ്മൾ ആ സമയത്ത് 16% പെർഫോമൻസ് ബോണസിന് നമുക്ക് അർഹതയായി. ഇവിടെയാണ് നമ്മൾ ഒരു 16% എത്തുന്ന സമയത്ത് കമ്പനി നമ്മളെ ബ്രോൺസ് ഡയറക്ടർ എന്ന റെക്കഗ്നേഷൻ നമുക്ക് കിട്ടുന്നു. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളും നമ്മുടെ കൂടെ വന്നവരും കൂടി ടോട്ടൽ 5500 PV അല്ലെങ്കിൽ 1,65,000 വരെ ബിസിനസ് ആകുന്ന സമയത്ത് കമ്പനി നമ്മളെ ബ്രോൺസ് ഡയറക്ടർ എന്ന് പറയുന്നു. ഈ സമയത്ത് നമുക്കൊരു ഡയറക്ടർ റീറ്റെയിൽ പ്രോഫിറ്റ് പെർഫോമൻസ് ബോണസിന് പുറമെ ഡയറക്ടർ ബോണസും ടീം ബിൽഡിംഗ് ബോണസും കൂടി കിട്ടുന്നു. ഏകദേശം ഒരു 10,000-ന് മുകളിൽ, ഒരു 6,000-നും 10,000-നും ഇടയിൽ വരുമാനം കിട്ടുന്ന ഒരു ലെവലാണ് ബ്രോൺസ് ഡയറക്ടർ. ഇനി നമ്മൾ നമ്മുടെ കൂടെ വരുന്ന വ്യക്തികളെ അല്ലെങ്കിൽ ഓരോ കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിക്കുമ്പോഴാണ് നമ്മൾ ഈ ബിസിനസ്സിൽ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഏതൊരു ബിസിനസ്സിലും നോക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെ വന്നവരെ തോൽപ്പിക്കുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നെങ്കിൽ, വെസ്റ്റേജ് ബിസിനസ്സുമായിട്ട് ഈ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ കൂടെ വരുന്ന എത്ര വ്യക്തികളെ വിജയിപ്പിക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ വരുമാനം കൂട്ടാനായിട്ട് സാധിക്കും. നമ്മുടെ കൂടെ വന്ന ഒരു വ്യക്തിയെ ബ്രോൺസ് ഡയറക്ടർ 5,625 PV ക്രോസ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി ബ്രോൺസ് ഡയറക്ടർ ആവുന്ന സമയത്ത് കമ്പനി നമുക്ക് അടുത്ത റെക്കഗ്നേഷൻ തരും, സിൽവർ ഡയറക്ടർ എന്ന് പറയും. ആ സമയത്ത് നമുക്ക് ഒരു ടീം ബിൽഡിംഗ് ബോണസും ട്രാവൽ ഫണ്ടും LOB ലീഡർഷിപ്പ് ഓവർറൈഡിംഗ് ബോണസ് ഇങ്ങനെ ഒരു 6 വരുമാനം നമുക്ക് കിട്ടും. നമ്മുടെ വരുമാനം ഒരു 25,000-30,000 ഒക്കെ എത്തുന്ന ഒരു ലെവലാണ് സിൽവർ ഡയറക്ടർ. ഇവിടെ നമുക്ക് ട്രാവൽ ഫണ്ടും കൂടി നമുക്ക് തരുന്നുണ്ട്. കമ്പനി കൊല്ലത്തിൽ 3 ട്രിപ്പ് ഉണ്ട്. ഇപ്പോ കമ്പനി ഈ വർഷം മുതൽ 3 ട്രിപ്പാണ്, 2 ഏഷ്യൻ ട്രിപ്പ്, ഒരു യൂറോപ്യൻ ട്രിപ്പ് ഉണ്ട്. അപ്പൊ നമ്മുടെ ട്രാവൽ ഫണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാവും. നമുക്ക് ആ ട്രാവൽ ഫണ്ട് എടുത്ത് നമുക്ക് ആകുന്ന സമയത്ത് നമുക്ക് ട്രിപ്പ് പോവാം. ഇനി നമുക്ക് ട്രിപ്പ് പോകാൻ താല്പര്യമില്ലെങ്കിൽ ആ പൈസ നമുക്ക് വിഡ്രോ ചെയ്യാം, ഇല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. നമ്മുടെ പൈസ ഒരിക്കലും ഇവിടെ നഷ്ടപ്പെടുന്നില്ല. നമ്മുടെ കൂടെ നമുക്ക് ഇവിടെ ഒരുപാട് കമ്പനി ഒരുപാട് ട്രിപ്പുകൾ പോയിട്ടുള്ള പ്ലേസുകളിലെ ഫോട്ടോസ് ആണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത് നമ്മുടെ കൂടെ വരുന്ന 2 വ്യക്തികൾ വിജയിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഗോൾഡ് ഡയറക്ടർ എന്ന് പറയും. ഈ സമയത്ത് നമ്മുടെ വരുമാനം കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് 3 പേരെ വിജയിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റാർ ഡയറക്ടർ എന്ന് പറയും. അതായത് നമ്മുടെ കൂടെ വന്ന 3 വ്യക്തികളെ അല്ലെങ്കിൽ 3 കുടുംബങ്ങളിലേക്ക് നമ്മളൊരു വരുമാനം എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് കമ്പനി നമ്മളെ സ്റ്റാർ ഡയറക്ടർ എന്ന് പറയും. ഈ സമയത്ത് കമ്പനി നമുക്കൊരു കാർ ഫണ്ട് കൂടി തരുന്നുണ്ട്. ഏകദേശം മാക്സിമം നമുക്ക് 80,000 രൂപ EMI അടയ്ക്കാവുന്ന കാറൊക്കെ. ഈ കാർ ഫണ്ട് നമുക്ക് എപ്പോഴും നമ്മുടെ ബിസിനസ് വോളിയത്തിന് ആശ്രയിച്ചായിരിക്കും. അപ്പൊ ഇവിടെ നമുക്കൊരു സ്റ്റാർ ഡയറക്ടർ ആയാൽ പോലും നമുക്കൊരു കാർ ഫണ്ട് ഈ സമയത്ത് നമ്മുടെ വരുമാനം ഒരു 50,000-നും 1,00,000-നും ഇടയിലായിരിക്കും നമ്മുടെ വരുമാനം കിട്ടുന്നുണ്ടാവും. ഇവിടെ കമ്പനി നമുക്ക് ഒരുപാട് കാറുകൾ ഇവിടെ നമുക്ക് ഒരുപാട് ലീഡേഴ്സ് കാറുകൾ അച്ചീവ് ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. സ്റ്റാറിന്റെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാർ ഫണ്ട് കിട്ടുന്നതാണ്. 4 വ്യക്തികളെ വിജയിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഡയമണ്ട് ഡയറക്ടർ എന്ന് പറയും. ഈ സമയത്ത് നമുക്ക് യൂറോപ്യൻ ട്രിപ്പിന് അർഹത കിട്ടും. നമുക്ക് നമ്മുടെ വരുമാനം ഏകദേശം ഒരു 75,000, 1,00,000 രൂപ വരുമാനം നേടാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് ഡയമണ്ട് ഡയറക്ടർ. 6 വ്യക്തികളെ വിജയിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ക്രൗൺ ഡയറക്ടർ എന്ന് പറയും. അതായത് നമ്മൾ കൊണ്ടുവന്ന 6 വ്യക്തികൾക്ക് ഒരു വരുമാനം എത്തിച്ചു കൊടുക്കുമ്പോൾ ഈ ബിസിനസ്സിൽ നമ്മളെ ക്രൗൺ ഡയറക്ടർ എന്ന് പറയും, കിരീടം വെച്ച രാജാവ് എന്നൊക്കെ പറയാം. ഇവിടെ നമുക്ക് ഒരു കമ്പനിയുടെ ഹൗസ് ഫണ്ടും കൂടി നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അതായത് നമ്മൾ കൊണ്ടുവന്ന 6 വ്യക്തികളിലേക്ക് വരുമാനം എത്തിച്ച് അവർക്ക് ഒരു ജീവിതത്തിൽ ഒരു വരുമാനം നേടിക്കൊടുക്കുന്ന സമയത്താണ് കമ്പനി നമ്മളെ ക്രൗൺ ഡയറക്ടർ എന്ന് പറയാം. ഈ സമയത്ത് ഒരു ഹൗസ് ഫണ്ട് 3% കൂടി കിട്ടും. ഇവിടെ നമുക്ക് ഏകദേശം ഹൗസ് ഫണ്ട് തന്നെ ഏകദേശം 1,00,000 രൂപ EMI അടയ്ക്കാവുന്ന ഫ്ലാറ്റോ വില്ലൊക്കെ വാങ്ങാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് 1,00,000 രൂപ വരുമാനത്തിലേക്ക് എത്തുന്ന ഒരു പൊസിഷനാണ് ക്രൗൺ ഡയറക്ടർ. ഇവിടെ ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാം, നമുക്ക് ഈ ബിസിനസ്സിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ റിട്ടയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലാണ്. കാരണം നമ്മൾ കൊണ്ടുവന്ന 6 വ്യക്തികളെ വിജയിപ്പിച്ച് ബ്രോൺസ് ആക്കിയിട്ടുണ്ടെങ്കിൽ അവര് അടുത്ത ലെവലുകളിലേക്ക് പോകും. സിൽവർ, ഗോൾഡ്, സ്റ്റാർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബിസിനസ് ഓട്ടോമാറ്റിക്കായിട്ടും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും, നമ്മുടെ വരുമാനം കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ റിട്ടയർ ചെയ്ത് ബിസിനസ്സിൽ നിന്ന് പോയാലും നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ബിസിനസ് ഇവിടെ ഇതാണ് നമ്മളൊരു പാസീവ് ഇൻകത്തിലേക്ക് എത്തുന്ന ഒരു പൊസിഷനാണ് ക്രൗൺ ഡയറക്ടർ. നമുക്ക് ഇതിലൂടെ ഹൗസ് ഫണ്ട് നേടിയ ഒരുപാട് ലീഡേഴ്സ് നമ്മുടെ കേരളത്തിലും നമ്മുടെ എല്ലായിടത്തും നമുക്കുണ്ട്. ഒരുപാട് വ്യക്തികൾ ഇവിടെ നമുക്കറിയാം. ഒരു ക്രൗൺ ഡയറക്ടർ കഴിഞ്ഞാൽ നമുക്ക് 8 പേരെ വിജയിപ്പിച്ച യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന് പറയും. അവർക്ക് ഒരു എലൈറ്റ് ക്ലബ് ബോണസും കൂടി എക്സ്ട്രാ കിട്ടും. 12 പേരെ വിജയിപ്പിച്ച ഡബിൾ ക്രൗൺ ഡയറക്ടർ എന്ന് പറയും. 16 പേരെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന് പറയും. ഇന്ന് കേരളത്തിൽ തന്നെ 3 DUCമാരുണ്ട്. ഒന്ന് നമ്മുടെ ജ്യോതിഷ് കുമാർ സാർ തിരുവനന്തപുരത്ത് നിന്നുള്ള, അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ്. രണ്ടാമത്തെ തൃശ്ശൂരിൽ നിന്നുള്ള MB ഭരതേട്ടൻ, നമ്മളൊക്കെ വിളിക്കുന്ന ഭരതൻ സാറ്, അദ്ദേഹം ഒരു ഡെപ്യൂട്ടി തഹസിൽദാറായിരുന്നു. മൂന്നാമത്തെ വ്യക്തി നോയൽ ജോർജ്, കൊല്ലത്തുള്ള നോയൽ ജോർജ് ബിസിനസ്സുകാരനാണ്. ഇങ്ങനെ കേരളത്തിൽ തന്നെ ഇതിലെ ടോപ്പ് ലെവലെത്തിലുള്ള
DUCDമാർ നമുക്കുണ്ട്. ഏകദേശം 10 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് അവരുടെ പ്രതിമാസ വരുമാനം. ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് വെസ്റ്റേജ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് അഡ്വാൻറ്റേജ്? ഇവിടെ നോ ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, നമ്മുടെ ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. നമ്മുടെ ഷോപ്പ് ഒന്ന് ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങളൊന്നും മാറ്റി വാങ്ങുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഇവിടെ ചെയ്യാവൂ. അതോടെ തന്നെ എന്തുണ്ട്, നമുക്ക് റിസ്ക് ഇല്ല. പിന്നെ അൺലിമിറ്റഡ് ഇൻകം. നമുക്ക് ഈ ബിസിനസ്സിലൂടെ എത്ര ഇൻകം നമ്മളാണ് ടാർഗറ്റ് ചെയ്യുന്നത്, നമുക്ക് എത്ര വേണമെങ്കിലും ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊരു ഫാമിലി ബിസിനസ് ആണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ചെയ്യാം, ഒരുമിച്ച് ചെയ്യാൻ സാധിക്കും. നോ പ്രീവിയസ് എക്സ്പീരിയൻസ്. നമുക്ക് ഇതിനു വേണ്ടി പ്രത്യേക മുൻ പരിചയമൊന്നും വേണ്ട. നമ്മളെ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ലീഡേഴ്സ് ഉണ്ട്, വിന്നിംഗ് ടീം ഉണ്ട്, വെസ്റ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു പാസീവ് ഇൻകം ആണ്. നമ്മളൊരു ക്രൗൺ ഡയറക്ടർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ ഒരു പാസീവ് ഇൻകം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പാർട്ട് ടൈം ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഈ ബിസിനസ് ഇന്ന് എന്റെ ജോലിയോടൊപ്പം വളരെ സീരിയസ് ആയിട്ട് പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേഴ്സണൽ ഗ്രോത്ത്. ഇവിടെ വരുന്ന ഏതൊരു വ്യക്തിക്കും, അതായത് ഞാനൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും സംസാരിക്കാനുള്ള ഒരു കഴിവുള്ള വ്യക്തിയല്ലായിരുന്നു. പക്ഷെ ഇതിലെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഇതിനെ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ ഇതില് നമ്മളും നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നെ ഒരു ടൈം ഫ്രീഡം. ഞാൻ പറഞ്ഞു ക്രൗൺ ഡയറക്ടർ ആയി കഴിഞ്ഞ് ഈ ബിസിനസ് റിട്ടയർ ചെയ്യാം. നമുക്ക് ടൈം ഫ്രീഡത്തോടുകൂടി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെ നമ്മൾ ഒറ്റ കാര്യം ചിന്തിക്കണം, നമ്മളെ സഹായിക്കാൻ വെസ്റ്റേജ് ഇതിനു വേണ്ടിയുള്ള എല്ലാ പ്രൊഡക്റ്റും സപ്പോർട്ടും നമുക്ക് തരുന്നുണ്ട്. വിന്നിംഗ് ടൈം എല്ലാ ഗൈഡൻസും മെന്റർഷിപ്പും എഡ്യൂക്കേഷനൊക്കെ നമുക്ക് തരുന്നുണ്ട്. നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ അപ്ലയൻസ് നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഇവരെ കണക്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് വിജയിക്കാൻ സാധിക്കും. എന്താണ് സക്സസ് മന്ത്ര? റൈറ്റ് ബിസിനസ്സില് അറ്റ് ദ റൈറ്റ് ടൈമില് വിത്ത് റൈറ്റ് പീപ്പിളിന്റെ കൂടെ, ശരിയായ സമയത്ത് ശരിയായ ബിസിനസ്സിൽ ശരിയായ ആളുകളുടെ കൂടെ കൂടിച്ചേരുമ്പോഴാണ് നമ്മൾ വിജയിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും ഇന്ന് ഇത്രയും നേരം ഈ ബിസിനസ് പ്ലാൻ ഇവിടെ ഷെയർ ചെയ്യാൻ അവസരം തന്ന വിന്നിംഗ് ടീമിന്റെ എല്ലാ ലീഡേഴ്സിനോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താണ്. താങ്ക് യു. ബാക്ക് ടു MC. താങ്ക് യു ആൻഡ് മച്ച്. വളരെ വണ്ടർഫുൾ ആയിട്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനുള്ള ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന് താങ്ക്സ് പറയുക. എല്ലാവർക്കും മനസ്സിലാവുന്ന ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഷോപ്പ് ജയിക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മേഖലയാണ് ഇന്ന് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിന്റെ ഒരു ക്ലോസിംഗ് സെഷനും കൂടിയുണ്ട്. അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്റെ അപ്ലൈൻ ലീഡറും കൂടിയാണ് അദ്ദേഹം. എന്റെ കണ്ണൂരാണ് കൂടിയാണ് അദ്ദേഹം. ഇന്ന് ബിൽഡപ്പ് ചെയ്യുന്നത് ദുബായിലിരുന്നിട്ടാണ്. അദ്ദേഹം മറ്റാരുമല്ല, ഷാജി ഈ ഓപ്പർച്യൂണിറ്റി വന്നിട്ട് ഇന്ന് ക്രൗൺ ഡയറക്ടർ അച്ചീവ് ഇന്ന് വളരെ പേഷനേറ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ജോബ് റിസൈൻ ചെയ്തുകൊണ്ട് ഫുൾ ടൈം ആയിട്ട് നമ്മുടെ ഈ കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന പല നമ്മുടെ ഓർഗനൈസേഷനിലെ ഓരോ വ്യക്തികൾക്കും ചെറുതും വലുതുമായിട്ടുള്ള ഇൻകം എത്തിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഷാജി മേത്തി സാറിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. പ്ലീസ് വെൽക്കം ഷാജി സാർ. വെൽക്കം സാർ. താങ്ക് യു വിനോദ്. വളരെ മനോഹരമായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ ആൻഡോ മാഷ് ഭംഗിയായിട്ട് വളരെ നൈസായിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ചും അതുപോലെ ഇൻകം പ്ലാനിനെ കുറിച്ചും മനോഹരമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. താങ്ക് യു ആൻഡോ മാഷ്. എന്നെ ഒന്നുകൂടെ പരിചയപ്പെടുത്താം. എൻ്റെ സ്വദേശം കണ്ണൂരാണ്. ഞാനിപ്പം ദുബൈയിലാണ് ഉള്ളത്. 21 വർഷമായി ഞാൻ ദുബൈയിൽ വന്നിട്ട്. പ്രവാസിയാണ്. 21 വർഷം ഫാമിലിയോടൊപ്പം ദുബൈയിൽ നിൽക്കുകയാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ട് ഏകദേശം ജൂൺ മാസമാകുമ്പം 4 വർഷമാവുകയാണ്. പാർട്ട് ടൈം ആയിട്ടാണ് ഇതിലേക്ക് വന്നത്. വരാനുള്ള കാരണം ദുബായിൽ ജോലിയുള്ള ഒരാൾ, ഫാമിലിയോടൊപ്പം നിൽക്കുന്നൊരു വ്യക്തി, കൊറോണ വന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ലൈഫിലൊരു സ്ട്രഗിൾ വന്നു. ജോലിയിൽ ശമ്പളം പകുതിയായ സമയത്ത് നമ്മുടെ ചെലവുകളെ നമുക്ക് താങ്ങാൻ സാധിക്കാത്ത ഒരവസ്ഥ വന്നു. അപ്പോഴാണ് ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ചത്. യാദൃശ്ചികമായിട്ട് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നത്. യാതൊരു പരിചയമില്ലാത്ത ഒരു വ്യക്തിയിലൂടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അറിയാൻ സാധിച്ചു. അവിടെ ഉണ്ടായ ഒരു തിരിച്ചറിവാണ്, ചെയ്യുന്ന ജോലിയേക്കാളും ലൈഫ് സെറ്റിലാക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ പ്ലാറ്റ്ഫോമിലേക്കാണ് വന്നിരിക്കുന്നത് മനസ്സിലായി. 1.5 വർഷം ജോലിയോടൊപ്പം തന്നെ ഇത് ചെയ്തു. പാർട്ട് ടൈമായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ തയ്യാറായി. ഇന്ന് ജോലി ഉപേക്ഷിച്ചുകൊണ്ട്, ദുബായിലുള്ള എൻ്റെ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് ഫുൾ ടൈമായിട്ട് ദുബായിലിരുന്നു കൊണ്ട് ഓൺലൈനിലൂടെ ഏകദേശം 13 രാജ്യത്ത് ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ് ഓൺട്രപ്രണറായി മാറാൻ സാധിച്ചത് ഈ ഒരു വണ്ടർഫുൾ കമ്പനിയിലൂടെയാണ്, വെസ്റ്റേജിലൂടെയാണ്. നേരത്തെ ആൻഡോ മാഷ് പറഞ്ഞ പോലെ ഒരു ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ നമ്മളുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നത് വഴി നമുക്കൊരു ബിസിനസ് ചെയ്യാൻ ഒരു അവസരം ഒരു കമ്പനി തരികയാണ്. അങ്ങനെ എവിടെയെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടോ? വർഷങ്ങളായിട്ട് നമ്മൾ പല കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന കസ്റ്റമർ അല്ലേ.
എന്തെങ്കിലും ഒരു രൂപയുടെ പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ആരെങ്കിലും തരാറുണ്ടോ? അതാണ് എന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്. ഞാൻ ദുബായിൽ ഇത്രയും വർഷം പല പല കമ്പനികളുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച ഒരു വ്യക്തിക്ക് ഒരു പ്രൊഡക്റ്റ് പോലും ഇതേപോലെ ഒരാൾ ഫ്രീ തന്നിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ മാസം ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ച പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്നെ ഇതിൻ്റെ ബിസിനസ്സിലേക്ക് എത്തിച്ചു. അതിൻ്റെ റിസൾട്ട് എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സും ബിസിനസ്സിലേക്ക് കണക്റ്റായി. ഇന്ന് ഈ 4 വർഷം ആവുന്ന സമയത്ത് 13 രാജ്യത്ത് ഏകദേശം 5000-ത്തിലധികം ആൾക്കാർ എന്നോടൊപ്പം കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു പൈസ പോലും ചിലവാക്കാതെ എവിടെയും പോവാതെ ദുബായിലിരുന്നു കൊണ്ട് ഇത്രയും സ്ഥലത്ത് ബിസിനസ് ചെയ്യാൻ സാധിക്കുന്ന അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു ബിസിനസ് അവസരം നമുക്ക് കിട്ടുമോ? ഇന്ന് ഞാൻ ഇതിൽ ഇത്രയും സീരിയസ് ആയി ചെയ്യാൻ കാരണം ഇത്രയും വർഷം ദുബായിൽ ഉണ്ടായിട്ട് പോലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്തു. പക്ഷേ സാമ്പത്തികപരമായിട്ട് ഒന്നും നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉള്ളതൊക്കെ ഇവിടുത്തെ ചിലവങ്ങ് പോവായിരുന്നു. അതിനൊപ്പം തന്നെ ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വലിയൊരു നഷ്ടങ്ങൾ വന്നു. പിന്നെ മുന്നോട്ട് പോകാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ലൈഫിൽ പരാജിതനായിരുന്നു. പിന്നെ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ എനിക്കൊരു കൈത്താങ്ങായി നിന്ന് ദൈവമായിട്ട് എനിക്ക് കൊണ്ടുതന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വെസ്റ്റിജിനെ കണ്ടു. വളരെ സീരിയസ് ആയിട്ട് ലൈഫായിട്ട് മാക്സിമം സമയം ഇതിലേക്ക് കൊടുത്തുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു വഴി കിട്ടിയപ്പോൾ അതിൽ കയറി വന്ന ഒരാളാണ് ഞാൻ. ഇന്ന് ഏറ്റവും കൂടുതൽ നന്ദി പറയുകയാണ് എന്നെ ബിസിനസ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ അപ്ലൈൻ മെൻറ്റർ കൂടെ മനോജ് പാറേൽ സാറിന്. അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു, നാട്ടിൽ സെറ്റിലായി. ഞാനും ഏകദേശം ഇപ്പം ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വരാനുള്ള പ്ലാനിലാണ് അടുത്ത വർഷത്തോടുകൂടി. ഒന്ന് ആലോചിച്ച് നോക്കുക, പ്രവാസികൾക്ക് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരവസ്ഥ പല ആൾക്കാർക്ക് വരാൻ സാധിക്കുന്നുണ്ടാവും. അവിടെ വന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കയ്യിലുള്ള പൈസ കൊടുത്ത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വിജയിക്കുമെന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പം നാട്ടിലുള്ളത്. നമ്മുടെ നാട്ടിലുള്ള പല ബിസിനസ്സുകാരും പരാജയപ്പെട്ടു പോകുന്ന കണ്ടിട്ടുണ്ടാവും. സാധാരണക്കാർ ബിസിനസ് ചെയ്താൽ അങ്ങനെ തന്നെയാണ്. വലിയ പൈസക്കാർ ബിസിനസ് ചെയ്താൽ മാത്രമേ ഇപ്പം നാട്ടിൽ വിജയിക്കുള്ളൂ. ആ ഒരു തിരിച്ചറിവ് എനിക്കിതിലുണ്ടായിട്ടുണ്ട്. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൾഫുകാരൻ നാട്ടിലേക്ക് തിരിച്ചേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഒരു വരുമാനം നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടുകയെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥതയോടുകൂടി ഞാനിപ്പം റിസൈൻ ചെയ്ത് ഇപ്പം നാട്ടിലേക്ക് വരാൻ അടുത്ത വർഷത്തേക്ക് വരുവാണ്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് ആൾക്കാർ 172ഓളം ആൾക്കാർ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. പല ആൾക്കാരും പുതിയ ആൾക്കാരായിരിക്കും, കുറച്ച് ആൾക്കാർ ജോയിൻ ചെയ്ത് നിൽക്കുന്നുണ്ടാവും, പല സംശയങ്ങളും കാര്യങ്ങളും നിൽക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് സംശയത്തോടെ നിൽക്കുന്നത് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള പല ഓൺലൈൻ പരിപാടികൾ കണ്ട് ഭയമായിരിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ നാട്ടിലുണ്ടാവുക. അല്ല, പല ഓൺലൈൻ പരിപാടി, പൈസ പോകുന്ന പരിപാടി, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന, ഓവർ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യുന്ന പരിപാടികൾ കണ്ട് പേടിച്ചിരിക്കുന്ന ആൾക്കാർ കൂടുതലുണ്ടാവും. ഈ ഒരു ഭയമായിരിക്കും എല്ലാവരും ഇങ്ങനെ മടിച്ചു നിൽക്കുന്നുണ്ടാവുക. യാതൊരുവിധ ടെൻഷനും നിങ്ങൾ ഇതിനകത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളിവിടെ ആരുടെയും പൈസ വാങ്ങിച്ച് കൊടുത്തിട്ടല്ല ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരെ കൊണ്ടും നിർബന്ധിച്ചൊരു സാധനം പർച്ചേസ് ചെയ്യുന്ന ബിസിനസ് അല്ല. കുറേ ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതോ പ്രൊഡക്റ്റ് സെല്ലിങ്ങോ ബിസിനസ് അല്ല. 100% ലീഡർഷിപ്പ് ബിസിനസ്സാണ്. ഒരു ലീഡറെ ക്രിയേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ്സാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം 100% വെസ്റ്റീജിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒരു 100% കസ്റ്റമറായി മാറാൻ ശ്രമിക്കുക. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഷെയറിങ്ങിലൂടെയാണ് നമുക്ക് ബിസിനസ് ഡെവലപ്പാക്കാൻ സാധിക്കുന്നുണ്ടാവുക. ഇന്ന് ഈ ഒരു 4 വർഷം കൊണ്ട് ഇത്രയും രാജ്യങ്ങളിലേക്ക് ബിസിനസ് എത്തിക്കാൻ ഒരു രൂപ പോലും വണ്ടിക്കൂലി കൊടുക്കാതെ ഞാൻ ദുബായിൽ ഇരുന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരള സർക്കാരിൻ്റെ സപ്പോർട്ട് കൂടി, കേന്ദ്ര സർക്കാരിൻ്റെ സപ്പോർട്ട് കൂടി വളരെ ഈസി ആയിട്ട് വിന്നിങ് ടീമിൻ്റെ സഹായത്തോടുകൂടി ഇന്ന് കേരള മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും നല്ല ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത്രയ്ക്കും നല്ല ഗ്രോത്താണ് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കമ്പനി തന്നെ ഫോക്കസ് ചെയ്യുന്നത് കേരള മാർക്കറ്റാണ്. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുക, ഇന്ന് നമുക്ക് ഈ ഒരു കിട്ടിയ ബിസിനസ് അവസരത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സമയത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട്, സമയമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പാഴാക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഞാൻ ഒരുപാട് സമയം 10 വർഷത്തോളം സോഷ്യൽ മീഡിയയിലൂടെ കളഞ്ഞ സമയം എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കിട്ടിയിരുന്നെങ്കിൽ എവിടെ എത്താൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സാധാരണ നമ്മളെല്ലാ ചെറുപ്പക്കാരും യൂട്യൂബിലൂടെ ആരുടെയൊക്കെയോ വീഡിയോ കണ്ട് അവരുടെ റീൽസിന് ലൈക്ക് അടിച്ചു കൊടുത്ത് അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരെ കൂടുതലുള്ളത്. വീട്ടമ്മമാരായിക്കോട്ടെ, വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെയാണ് അവർ വീട്ടമ്മമാരെ സാഹചര്യങ്ങൾ കാരണം നന്നായി പഠിച്ച് ഒരു നല്ലൊരു ജോലി നേടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷേ സാഹചര്യങ്ങൾ കാരണം കുഞ്ഞുങ്ങളെ നോക്കാനും അല്ല വീട്ടുകാരെ നോക്കാനും വേണ്ടി അവർ വീട്ടമ്മമാരെ ഒതുങ്ങിക്കൂടുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് ഈ ഒരു അവസരം നിങ്ങളുടെ പാഴാക്കി കളഞ്ഞ വീട്ടു ജോലി കഴിഞ്ഞുള്ള ബാക്കി കുറച്ച് സമയം ഇതിലേക്ക് മാറ്റിവെക്കാൻ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ സഹായിക്കാൻ, ഫാമിലിയെ സഹായിക്കാൻ, കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി സഹായമാവുന്നുണ്ടോ. ദുബായിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ഫാമിലിക്ക് വരുമാനം എത്തിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്രയും വർഷം ദുബായിൽ ഇരുന്നിട്ട് എനിക്ക് എൻ്റെ കുടുംബത്തിലേക്ക് മാത്രമേ ഒരു വരുമാനം എത്തിക്കാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷേ ഇന്ന് അനേകം ഫാമിലിക്ക് ഒരു വരുമാനം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിലുപരി ഞാൻ സന്തോഷിക്കുന്നത് അനേകം ഫാമിലിക്ക് ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇന്ന് ഹോസ്പിറ്റലിൽ കാണിച്ച് മരുന്ന് കഴിച്ചിട്ട് കെമിക്കൽ ഡ്രഗ്സ് കഴിച്ചിട്ട് പോലും ഇന്നും അസുഖം മാറാത്ത എത്രയോ ആൾക്കാർ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ അവരുടെ എക്സ്പീരിയൻസ് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. അത് നമുക്ക് വേറെ എവിടെയും കിട്ടില്ല.
ഈ ഒരു ബിസിനസ്സിൽ മാത്രമേ അത് കിട്ടുള്ളൂ. ഇന്ന് നമ്മൾ വരുമാനം വാങ്ങിക്കുന്ന ഓരോ ഫാമിലിയും നമ്മളെ എന്നും ഓർത്തുകൊണ്ടിരിക്കണം. അതും വലിയൊരു കാര്യമാണ്. ഇത്രയും വർഷം ദുബായിൽ ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുടുംബത്തിൽ തന്നെ എനിക്ക് ആരും സഹായം സാധിച്ചില്ല. എൻ്റെ ഫാമിലിയെ മാത്രമേ നോക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബിസിനസ്സിൽ മാത്രമേ നിങ്ങൾ ആരെങ്കിലും സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഒരുപാട് ഫാമിലികൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ നിൽക്കുന്ന ആൾക്കാരാണ്. അവർ ചിലപ്പോൾ വീടുണ്ടാവുമായിരിക്കും, വീട്ടിൽ വാഹനം ഉണ്ടാവുമായിരിക്കും, പക്ഷേ EMI അടക്കാൻ ബുദ്ധിമുട്ടുന്നത്, മന്ത്ലി EMI അടക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഹസ്ബൻഡ് മാത്രം ജോലിക്ക് പോകുന്ന, വൈഫ് വീട്ടിലിരിക്കുന്നുണ്ടാവും. അവർ ആ ചെറിയ ശമ്പളത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ഫാമിലികളുണ്ട്. അവർക്ക് ഈ ഒരു ബിസിനസ് അവസരം ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടാവും. ഇന്ന് കേരളത്തിൽ ഒരുപാട് ആൾക്കാർ അങ്ങനെ അന്വേഷിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ആൾക്കാർക്ക് ഇതിലേക്ക് വരാനുള്ളൊരു ഭയം, ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന പല തട്ടിപ്പുകളും പല ഇതിലും പെട്ടുപോയിരിക്കുന്നത് കൊണ്ടാണ്. അത് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള മെഗാ ഫംഗ്ഷനിലേക്ക്, വിന്നിംഗ് ടീമിൻ്റെ ഒരുപാട് ഫംഗ്ഷൻസ് നമ്മുടെ നാട്ടിലുണ്ട്, ഫിസിക്കലായിട്ട് നടക്കുന്ന ഒരുപാട് പ്രോഗ്രാം നടക്കാറുണ്ട്. അതിലേക്ക് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാൻ സാധിച്ചാൽ, ഓപ്പർച്യൂണിറ്റി ആവശ്യമുള്ള ആൾക്കാരെ അതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ, അവർക്കൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ കേരള വിന്നിംഗ് ടീമിൻ്റെ സഹായത്തോടെ, ഞാനിപ്പോൾ ദുബായിലാണ് ഉള്ളതെങ്കിലും എന്നെ എത്രയും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിൻ്റെ വിന്നിംഗ് ടീമിൻ്റെ ഓരോ ലീഡേഴ്സാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് എനിക്കുള്ള നാട്ടിലെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നത്, എൻ്റെ ഓർഗനൈസേഷനെ മുഴുവനായിട്ടും സഹായിക്കുന്നത്, നമ്മുടെ ടീമിനെ എല്ലാവരും സഹായിക്കുന്നത് കേരളത്തിൻ്റെ ലീഡേഴ്സാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഇത്രയും നല്ല ലീഡേഴ്സ് കേരളത്തിൽ വിന്നിംഗ് ടീമിൻ്റെ ഓരോ ജില്ലകളിലും നിങ്ങളെ സഹായിക്കാൻ ലീഡേഴ്സ് ഉണ്ട്. അതിനുള്ള ഫംഗ്ഷൻ കേരളത്തിലും വിന്നിംഗ് ടീമിൻ്റെ ഉണ്ട്. വെസ്റ്റേജ് കമ്പനിയുടെ ഫംഗ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇന്ന് എല്ലാ സ്ഥലത്തും അഗ്രി ട്രെയിനിങ്ങും അതുപോലെ CNT ഒക്കെ നമുക്ക് നടക്കുന്നുണ്ട്. അതിലേക്ക് പോയാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ബിസിനസ് പഠിക്കാൻ സാധിക്കും. ഇതിലാകെയുള്ളത് റെഗുലർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും എല്ലാ ഫംഗ്ഷനും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ നോളജും കിട്ടുന്നുണ്ടാവും. റെഗുലർ കമ്മ്യൂണിക്കേഷൻ അത് മാത്രം മതി. നിങ്ങളെ ഈ ബിസിനസ് സപ്പോർട്ട് ചെയ്യുന്ന അപ്ലൈൻ ലീഡർ ആണോ ആ വ്യക്തിയോട്ട് എല്ലാ ദിവസവും സംസാരിക്കാനും ഇതുപോലുള്ള മെഗാ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ സക്സസ്സും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നേടാൻ സാധിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും ഒരു നല്ല ഡിസിഷൻ എടുത്തുകൊണ്ട് ഈ ഒരു വെസ്റ്റേജ് കമ്പനി 21ാമത്തെ വർഷത്തിലേക്ക് പോകുന്ന വെസ്റ്റേജ് കമ്പനി ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യയിൽ ഒരു ഇന്ത്യൻ കമ്പനി 21 വർഷം നിലനിൽക്കുകയാണെങ്കിൽ 10 പ്രൊഡക്റ്റിൽ തുടങ്ങി ഇന്നിപ്പോൾ ഏകദേശം 450-ൽ പരം പ്രൊഡക്റ്റും 8ഓളം രാജ്യങ്ങളിൽ എത്തിയിരിക്കുന്ന ഒരു കമ്പനിയോടൊപ്പം നമുക്ക് ഫ്രീ ആയിട്ട് ഒരു പൈസ പോലും കൊടുക്കാതെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യാതെ അവരുടെ പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണ്. അതും 30ഓളം രാജ്യങ്ങളിലേക്ക് എത്താൻ പോകുന്ന കമ്പനി, 1000-ലധികം പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ്ങിലേക്ക് പോകാൻ പോകുന്ന ഒരു കമ്പനിയോടൊപ്പം അതിലൊരു ഭാഗമായി മാറാൻ സാധിക്കുകയാണ്. വെറും ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും മനോഹരമായി, ഇത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള ക്വാളിറ്റിയിൽ ഉൽപ്പന്നങ്ങൾ ഈ ഒരു വിലയിൽ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ഒരു കമ്പനി കൊടുക്കുന്നുണ്ടല്ലേ. ഇത്രയും നല്ല റിസൾട്ടുള്ള ഒരൊറ്റ ഉപയോഗത്തിലൂടെ നമ്മളതിൻ്റെ ലൈഫ് ലോങ് കസ്റ്റമറായി മാറുന്നുണ്ടാവും. നമ്മളുടെ ജനറേഷൻ അതിൻ്റെ ലൈഫ് ലോങ് കസ്റ്റമറായി മാറുന്നുണ്ടാവും. ആ 3 ജനറേഷനെ നമുക്ക് സേഫ് ആക്കി എടുക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാക്കി ഇതിനെ മാറ്റാൻ സാധിക്കുന്നുണ്ടാവും. നമുക്കിന്നൊരു ജോലിയിൽ കിട്ടുന്ന ശമ്പളം എപ്പോഴെങ്കിലും നമുക്ക് ആ ശമ്പളം അതേപോലെ നമ്മൾ മക്കൾക്ക് കൊടുക്കാൻ സാധിക്കുമോ? ഇപ്പം ഞാൻ എന്നെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഇപ്പോൾ ഈ ബിസിനസ്സിൽ ഞാൻ ഇത്ര വർഷം 4 വർഷമായിട്ടുള്ളൂ. എനിക്ക് ഏറ്റവും ധൈര്യം എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങൾ വരെ സേഫ് ആക്കിയെടുക്കുന്ന ബിസിനസ്സായി മാറിയിരിക്കുക എന്നുള്ളത്. ഞാൻ ഇത്രയും വർഷം ദുബായിൽ ജോലി ചെയ്ത സമയത്ത് എനിക്ക് യാതൊരുവിധ ധൈര്യം ഉണ്ടായിരുന്നില്ല ഈ ജോലിയിലൂടെ എൻ്റെ മക്കൾ സേഫ് ആകുന്നുള്ളത്. എനിക്ക് യാതൊരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നില്ല. ഇത് എൻ്റെ കാര്യം, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്രവാസികളുടെ ഓരോ ആൾക്കാരുടെ വിഷമം എനിക്ക് ശരിക്കും മനസ്സിലാവും. ഇവിടെ ഓരോ ആൾക്കാരുടെ സ്ട്രഗിൾ എങ്ങനെയാണെന്നുള്ളത്. മുന്നത്തെ ഗൾഫല്ല, പഴയ ഗൾഫല്ല ഇപ്പോഴത്തെ ഗൾഫ്. ഇവിടെ ശമ്പളം വളരെ തുച്ഛമായ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പല ആഫ്രിക്കൻ കൺട്രി, ഫിലിപ്പീൻസൊക്കെ ഗൾഫിൽ വന്ന് ചെറിയ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും മലയാളീസൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ഗൾഫിലേക്ക് പോയാൽ നല്ലൊരു ജോലി നേടാമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പോൾ അതല്ല. പ്രത്യേകിച്ച് നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി നാട്ടിൽ കിട്ടുവാണെങ്കിൽ ഇതിനെ മാക്സിമം സമയം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പാഴാക്കി കളയുന്ന സമയം ഇതിലേക്ക് സ്പെൻഡ് ചെയ്തുകൊണ്ട് ഇതിനെ മനസ്സിലാക്കാനും ഈ ഒരു ഓപ്പർച്യൂണിറ്റി പഠിക്കാനും തയ്യാറാണെങ്കിൽ 1-2 മാസം ടൈം എടുത്ത് ഇതിനെ മനസ്സിലാക്കി പഠിച്ചെടുത്ത് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങളുടെ 3 ജനറേഷനെ സേഫാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓൺട്രപ്രണറായി മാറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുന്നുണ്ടാവും. എല്ലാവർക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിന്നിംഗ് ടീമിൻ്റെ എല്ലാ ലീഡേഴ്സിനും എനിക്കിങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു അവസരം തന്ന, ദുബായിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു അവസരം എനിക്ക് തന്ന എല്ലാ ലീഡേഴ്സിനും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തിയാണ്. ബാക്ക് ടു വിനോദ്. താങ്ക് യു ഷാഹിദ് സർ. വളരെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിലൂടെ ഇന്ന് വളരെ ക്ലിയർ ആയിട്ട് ക്ലോസിംഗ് സെഷൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു തിരിച്ചറിവും കൂടി വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് പ്ലാൻ പ്രസന്റേഷൻ ചെയ്ത
ആൻഡോ മാഷിനും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഷാജി സാറിനുള്ള നന്ദി ഓൾറെഡി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തിയും ഇന്ന് പ്ലാൻ പ്രസന്റേഷനിലും അതുപോലെ ക്ലോസിംഗ് സെഷനും കേട്ടിരിക്കുന്ന എല്ലാവരും നല്ലൊരു ഡിസിഷൻ എടുത്തുകൊണ്ട് ആരാണോ ഇവിടെ ഇൻവൈറ്റ് ചെയ്തത് അവരുമായി ഒന്ന് കൈകോർത്ത് അവരുമായി ഒന്ന് സ്ഥിരമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് ഇതെന്താണ് എന്ന് പഠിച്ചെടുത്ത് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തിക്കും വിജയിക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള മേഖലയാണ്. അത് തിരിച്ചറിയുക. എല്ലാവർക്കും നല്ലൊരു വിജയവും നല്ലൊരു ദിവസവും ആശംസിച്ചുകൊണ്ടിരുന്നു. താങ്ക് യു. വിഷു വെൽത്ത്. അതുപോലെ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം വിന്നിംഗ് ടീമിന്റെ എല്ലാ ലീഡർഷിപ്പിനോടും നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു. വിഷു വെൽത്ത് ആൻഡ് ഗുഡ് നൈറ്റ്.